യേശുക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാവട്ടെ. യേശുക്രിസ്തുവിൻ്റെ ക്രൂശ് മരണത്തെ ഓർക്കുന്ന ഈ നാളുകളിൽ നോമ്പ് നമസ്കാരമായി ബന്ധപ്പെട്ട് ഇന്ന് നമ്മുടെ ധ്യാനത്തിനായുള്ള പാഠഭാഗം ലൂക്കോസിൻ്റെ സുവിശേഷം 13-ാം അധ്യായം 10 മുതൽ 17 വരെയുള്ള വാക്യങ്ങളാണ്. ഈ ഭാഗങ്ങളിൽ 18 വർഷമായി രോഗാത്മാവ് ബാധിച്ച് കൂനിയായ ഒരു സ്ത്രീയെപ്പറ്റിയാണ് പ്രതിപാദിച്ചിരിക്കുന്നത്. ഒരു ശബ്ബത്തിൽ യേശു ദേവാലയത്തിൽ ഉപദേശിച്ചുകൊണ്ടിരിക്കുമ്പോൾ 18 വർഷമായി രോഗാത്മാവ് ബാധിച്ച് കൂനിയായ ആ സ്ത്രീയെ കാണുകയും അവളെ അടുക്കൽ വിളിച്ച്, സ്ത്രീയെ, നിന്റെ രോഗബന്ധനം അഴിഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞ് അവരുടെ മേൽ കൈവച്ചു. ക്ഷണത്തിൽ അവളുടെ കൂന് നിവരുകയും അവൾ ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്തു. പക്ഷേ പള്ളിപ്രമാണിക്ക് യേശു ശബ്ബത്തിൽ ഇപ്രകാരം ചെയ്തത് തീരെ ഇഷ്ടപ്പെട്ടില്ല. വേല ചെയ്യുവാൻ 6 ദിവസം ഉണ്ടല്ലോ, ശബ്ബത്തിൽ തന്നെ ഇപ്രകാരം ചെയ്യണമോ എന്ന ശബ്ദം ഉയർത്തുകയും അതിനോടുള്ള എതിർപ്പ് പ്രകടിപ്പിക്കുകയും ചെയ്തു. കർശനമായ നിയമപാലനത്തെക്കാൾ 18 വർഷമായുള്ള അവളുടെ കഷ്ടപ്പാടിൽ നിന്ന് മോചനം കൊടുക്കുന്നതാണ് പ്രധാനം എന്ന് യേശുക്രിസ്തു ഏവരെയും ഇതിലൂടെ ഓർമ്മിപ്പിക്കുന്നു. മാത്രമല്ല, കരുണയുടെയും യഥാർത്ഥ ആരാധനയുടെയും പ്രാധാന്യം വെളിപ്പെടുത്തുകയും ചെയ്യുന്നു. ആ സ്ത്രീ 18 വർഷങ്ങളായി ആരാലും ശ്രദ്ധിക്കപ്പെടാതെ അവഗണിക്കപ്പെട്ട് നിശബ്ദയായി കഷ്ടപ്പെടുകയായിരുന്നു. എങ്കിലും യേശു അവളെ കണ്ടു. അവൻ അവളെ മുൻപോട്ട് വിളിച്ചു, അവളെ സ്പർശിച്ചു. ഉടനെ അവൾ നിവർന്നു നിന്നു. യേശു അവളെ സുഖപ്പെടുത്തുക മാത്രമല്ല ചെയ്തത്, അബ്രഹാമിൻ്റെ പുത്രി എന്ന് വിളിച്ച് അവളുടെ അന്തസ്സും വ്യക്തിത്വവും വീണ്ടെടുക്കുകയും ചെയ്തു. പലപ്പോഴും നാം നിയമങ്ങളിലോ നിയന്ത്രണങ്ങളിലോ ആചാരങ്ങളോ ശ്രദ്ധ കേന്ദ്രീകരിച്ച് നമ്മുടെ മുൻപിലുള്ള ആളുകളുടെ വേദന നാം മറക്കാറുണ്ട്. യേശുക്രിസ്തുവിൻ്റെ സൗഖ്യദായ ശുശ്രൂഷയിൽ നിന്ന് വ്യത്യസ്തമാണ് ഈ സൗഖ്യദായ ശുശ്രൂഷ. മറ്റുള്ള രോഗികൾ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വിധത്തിൽ ശാരീരികമായി ബുദ്ധിമുട്ടുള്ളവർ യേശുവിൻ്റെ പിന്നാലെ യാചനയുമായി ചെല്ലുമ്പോൾ ഈ സ്ത്രീ മാത്രം നിശബ്ദയായി മാറി നിൽക്കുകയായിരുന്നു. എങ്കിലും യേശു അവളെ കാണുകയും സൗഖ്യമാക്കുകയും ചെയ്തു. സ്ത്രീയെ, നിന്റെ രോഗബന്ധനം അഴിഞ്ഞിരിക്കുന്നു എന്ന് പറയുമ്പോൾ അത് പാപത്തിൻ്റെയും തിന്മയുടെയും എല്ലാ ബന്ധനങ്ങളിലുള്ള മോചനത്തെ സൂചിപ്പിക്കുന്നു. ഈ പാഠഭാഗങ്ങളിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ ഇവയാണ്. ഒന്നാമതായി, യേശു ശ്രദ്ധിക്കപ്പെടാതെ പോയവരെയും അവഗണിക്കപ്പെടുന്നവരെയും ശ്രദ്ധിക്കുന്നു, അവരെ കരുതുന്നു. രണ്ടാമതായി, തിരക്കേറിയ ഒരു ദേവാലയത്തിലും മുറിവേൽക്കപ്പെട്ട ഒരു സ്ത്രീയെ യേശു കാണുന്നു. കാണാത്തതിനെ കാണുന്നവനാണ് യേശു. മൂന്നാമതായി, മനുഷ്യരോട് അനുകമ്പ പ്രകടിപ്പിക്കുന്നതിന്, ഒരു നല്ല പ്രവൃത്തി ചെയ്യുന്നതിന് ഒരു പ്രത്യേക സമയമോ കാലമോ പ്രത്യേക ദിവസമോ ഇല്ല. ശബ്ബത്തിൽ സൗഖ്യമാക്കുന്നതിലൂടെ അതാണ് യേശു നമ്മെ പഠിപ്പിക്കുന്നത്. നാലാമതായി, ദൈവം തൻ്റെ മക്കളെ സ്വതന്ത്രരായിരിക്കുവാൻ ആഗ്രഹിക്കുന്നു. അബ്രഹാമിൻ്റെ മകളായ ഇവളെ ബന്ധനത്തിൽ നിന്നു അഴിച്ചുവിടേണ്ടത് അല്ലയോ എന്ന് ചോദിക്കുന്നതിലൂടെ അതാണ് വ്യക്തമാകുന്നത്. അഞ്ചാമതായി, ആ സ്ത്രീ ശാരീരികമായി മാത്രം ബുദ്ധിമുട്ടുള്ളവളായിരുന്നില്ല, മാനസികമായും ആത്മീയമായും ബുദ്ധിമുട്ടുള്ളവൾ ആയിരുന്നു. കൂനിക്കൂടിപ്പോയ അവസ്ഥകളിൽ നിന്നും തിന്മയുടെയും കെട്ടുകളിൽ നിന്നും സൗഖ്യം നൽകുന്ന യേശുവിനെ ഇതിലൂടെ നാം കാണുന്നു. ആറാമതായി, യഥാർത്ഥ ആരാധന എന്നുള്ളത് നിന്ദിതരെയും പീഡിതരെയും സൗഖ്യമാക്കിക്കൊണ്ട് ദൈവം കാണിച്ച സ്നേഹം പങ്കുവയ്ക്കലാണ്. കർത്താവിൻ്റെ ക്രൂശ് മരണത്തെ ഓർക്കുന്ന ഈ ദിനങ്ങളിൽ കർത്താവ് നമുക്ക് ചെയ്തതും ചെയ്തുകൊണ്ടിരിക്കുന്നതുമായ ഭാവിയിൽ ചെയ്യാൻ പോകുന്നതുമായ കാര്യങ്ങളെ ഓർത്തുകൊണ്ട് ദൈവത്തെ സ്തുതിക്കുവാൻ ഈ നാളുകളിൽ ഇടയാകട്ടെ. യേശു സകലത്തിനും മതിയായവനാണ്, സകല രോഗത്തിനും സൗഖ്യദായകനാണ്, നമ്മുടെ ബന്ധനങ്ങളെ അഴിക്കുന്നവനാണ്, പ്രശ്നങ്ങളെ മാറ്റുന്നവനാണ്, നമുക്ക് വേണ്ടി തൻ്റെ ജീവനെ തന്നവനാണ്. അവൻ്റെ ഭാരത്താൽ നാം സമ്പന്നരായി. നാം കർത്താവിൻ്റെ ക്രൂശ് മരണത്തിലൂടെ പാപത്തിൽ നിന്നും രോഗത്തിൽ നിന്നും പിശാചിൽ നിന്നും വിടുതൽ പ്രാപിക്കും. യേശു കർത്താവ് ഇന്നലെയും ഇന്നും അനന്യൻ തന്നെ. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ.